ഹായ് ഫ്രണ്ട്സ്, പിന്നാക്കിൾ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ 3 സെക്ഷൻ മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, തന്നിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഇതിനകത്തുണ്ടായത് അവർ പൂർണ്ണമായി അതിനെ ഒഴിവാക്കി. അതായത് നമ്മുടെ ഹിസ്റ്റെറിസിസ് കർവാണ്. ഈ ഹിസ്റ്റെറിസിസ് കർവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് അവർ തന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്, ഈ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് മിക്ക എക്സാമിനും 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഫോക്കസ് പോയിന്റിൽ ഇല്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻ ഫോക്കസ് പോയിന്റിൽ നിന്നേ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് ഒരു പ്രാവശ്യം പോലും ഞാൻ അങ്ങനെ ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റ്യനാണ് മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. എന്തിനു വേണ്ടിയാണ് ഇവർ ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർക്ക് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പഠിക്കാൻ നേരത്തും മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ അവിടെ വരുന്നുണ്ട്. അതായത് മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനകത്ത് വരുന്നുണ്ട് ആ സാധനം. അല്ലാതെ വേറെ എവിടെയും ഞാനത് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചും കണ്ടിട്ടില്ല. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്ത, പല കുട്ടികൾക്ക് പോലും അറിയത്തില്ല എന്താണ് മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ എന്താണെന്ന് അറിയത്തില്ല. ഗോസസ് ലോ എന്താണെന്ന് അറിയാം, പക്ഷേ മാഗ്നറ്റിസം ഗോസസ് ലോ എടുത്തിട്ട് മാഗ്നറ്റിസത്തിൽ കൊടുത്താൽ അവിടെ നിന്ന് സംഭവിക്കുന്നത് പല കുട്ടികൾക്ക് എന്ത് ചെയ്തില്ല, അറിയത്തില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല, വളരെ സിമ്പിളാണ് അതൊക്കെ. ചവറ് ദ എർത്ത് മാഗ്നറ്റിസം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ഇതും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഇത്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 സംഗതിയാണ് ഫോക്കസ് പോയിന്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ എന്താണ്? ഈ മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗോസസ് ലോ പറയുന്നത്? നമ്മൾ ഗോസസ് ലോ പറയുന്നത് ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഗോസസ് ലോ ഉപയോഗിക്കുന്നത്. ഗോസസ് ലോ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൊടുത്താൽ, നമ്മളിത് മാഗ്നറ്റിസം ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/ε0 ഇൻറ്റു എന്താണ്? Q ആണ്. ഇതാണ് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്ലക്സിന് മറ്റൊരു ഇക്വേഷൻ പറഞ്ഞാൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ E.ds. ചിലപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയുണ്ട്, ഈ ഇൻ്റഗ്രേഷൻ മാറ്റിയിട്ട് അവിടെ സമ്മേഷൻ കൊടുക്കാറുണ്ട്. സമ്മേഷൻ ഇൻ്റഗ്രേഷൻ എന്ത് തന്നെയാണ്? സമ്മേഷൻ തന്നെയാണ്. അപ്പം E∆x ഇങ്ങനെ വരും. രണ്ടും ഒന്ന് തന്നെയാണ്, മറ്റൊന്നുമില്ല. ഇവിടെ സമ്മേഷനാണ്, ഇവിടെ എന്താണ്? ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷനകത്ത് ഒരു ചെറിയ എലമെൻറ്റാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു സർഫസ് എടുത്താൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ E.ds ആണ്. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയുന്നത്. ഇനി ഇത് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിനകത്ത് അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് നിങ്ങൾക്ക് 2 ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. ഇത് 2 ചാർജാണ്, പോസിറ്റീവ് നെഗറ്റീവ് 2 ചാർജ്. ഇതെന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. നോർത്തും സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഇവിടെ ചാർജിനകത്ത് നമ്മൾ +Q -Q ആണെങ്കിൽ ഇവിടുത്തെ പോൾ സ്ട്രെങ്ത് ആണ് പറയുന്നത്. ചാർജിന് പകരം നമ്മൾ പറഞ്ഞ പോളിൻ്റെ സ്ട്രെങ്ത്, നോർത്ത് പോളിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, സൗത്ത് പോളിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്. കാരണം നമുക്കറിയാം 2 മാഗ്നറ്റിൻ്റെ ഈ പോർഷനിലും ഈ പോർഷനിലും ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ. അതിന് പോൾ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. പോളാരിറ്റി, നോർത്ത് പോളും സൗത്ത് പോളും. +Qനും -Qനും പകരം നോർത്ത് പോളും സൗത്ത് പോളും. പിന്നെ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അതിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇൻ്റർസെക്റ്റ് അല്ല, ക്ലോസ്ഡ് ലൂപ്പ് എന്ത് ചെയ്യത്തില്ല, ഫോം ചെയ്യത്തില്ല. അതുപോലെ തന്നെ മാഗ്നറ്റിസം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ലൂപ്പ് എന്ത് ഫോം ചെയ്യും. ഇതാണ് ഈ ഒരു പ്രത്യേകത വരാൻ കാരണം. ഗോസസ് തിയറത്തിനെ മാഗ്നറ്റിസത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കാരണം ഇത് തന്നെയാണ്. ഇലക്ട്രിക്
ഇലക്ട്രിക് ഫീൽഡ് ലൈന് എന്ത് ഫോം ചെയ്യും? ഫോം ചെയ്യത്തില്ല. ഡസ് നോട്ട് ഫോം എന്താണ്? ക്ലോസ്ഡ് ലൂപ്പ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനോ ഇറ്റ് ഫോം എന്താണ്? ഇതെന്ത് ഫോം ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പ്. നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടെ നിന്നാണ്? പോസിറ്റീവിൽ നിന്ന് പോയി നെഗറ്റീവിലോട്ട് പോകത്തുള്ളൂ, തിരിച്ച് അങ്ങോട്ടേക്ക് പോകത്തില്ല. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലോ ഔട്ട്സൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു? നോർത്ത് ടു സൗത്ത്. ആൻഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു? സൗത്ത് ടു നോർത്തിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ്, ഈ ഒരു വ്യത്യാസമാണ് ഗോസസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലോട്ട് മാറുമ്പോഴുള്ള ആ ഒരു വ്യതിയാനം. എന്താണ് അവിടെ സംഭവിക്കുന്ന വ്യതിയാനം? അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് അവിടുത്തെ ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ രണ്ട് മാഗ്നറ്റും ഒരു നമ്മുടെ എന്താണ് ഡൈപോളും ഇലക്ട്രിക് ഡൈപോളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് സോളിനോഡിൻ്റെ കേസിലും. സോളിനോഡിലും ഇതേ ഫിഗർ തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. പിന്നെ ഇവിടെ കുറച്ചിടം ഫീൽഡൊക്കെ വരക്കാനുണ്ട്, ഞാനൊന്നും വരച്ചിട്ടില്ല, അത് കുഴപ്പമില്ല, തൽക്കാലം ഇത്രയും മതി നമുക്ക്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഒന്നാമത്തെ നമുക്ക് ആദ്യമായി ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് വരാം. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾ ഈ ഒന്നാമത്തെ പോർഷൻ കണ്ടോ, ഒന്നാമത്തെ പോർഷൻ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഒരു സർഫസ് ആയിട്ട് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. നമ്മൾ ഈ ക്ലോസ്ഡ് സർഫസിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും ഇതിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും സെയിം ആണ്. അല്ലെങ്കിൽ എൻ്ററിങ് ദ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു ലീവിങ് ദ സർഫസ്. അതായത് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്തുമാത്രം ഉണ്ടോ അത്ര എന്ത് ചെയ്യുന്നുണ്ട്? ആ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ടൈമിൽ പറഞ്ഞാൽ ഫ്ലെക്സ് എൻ്ററിങ് ദ സർഫസ് ഇസ് ഈക്വൽ ടു ഫ്ലെക്സ് ലീവിങ് ദ സർഫസ്. അതായത് ഒരു സർഫസിലോട്ട് എൻ്റർ ചെയ്യുന്ന ഫ്ലെക്സും അവിടെ നിന്ന് ലീവ് ചെയ്ത്, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു സർഫസ് എടുത്തു, ഒരു ക്ലോസ് സർഫസ് നോക്കിയേ, ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുമോ അല്ലേ? ഇവിടെ നിന്ന് കൂടെ എൻ്റർ ചെയ്യുമല്ലേ? എൻ്റർ ചെയ്യുന്ന ഫ്ലെക്സും ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലെക്സും സെയിം ആണ്, 3 അപ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തേനകത്ത് നെറ്റ് ഫ്ലെക്സ് എന്താ? 0. വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയാം ഗോസസ് ലോ പ്രകാരം അവിടെ 1/ε0 Q ആണ്. ഈ സർഫസിനകത്ത് എന്തില്ല? ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഫ്ലെക്സ് 0 ആയിരിക്കും. ഓക്കെ, സംഭവിച്ചു, ഫ്ലെക്സ് 0 ആണ്. ഇനി സെക്കൻഡ് കേസ് എടുത്തേ, നമുക്ക് സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് ഇവിടെ ഒരു സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു വട്ടത്തിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് നിങ്ങൾ അവിടെ സങ്കല്പിക്കുക. അവിടെ നമുക്ക് ഗോസസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഈ സർഫസിന്റെ പുറത്തോട്ടാണ് ഫ്ലെക്സ് പോകുന്നത് അല്ലേ? അകത്തോട്ടൊന്നും വരുന്നില്ല. നോക്കിയാൽ ഏത് പോയിന്റ് എടുത്താലും പുറത്തോട്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? പുറത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നെറ്റ് ഫ്ലെക്സ് ഉണ്ട്. ഇവിടുത്തെ നെറ്റ് ഫ്ലെക്സ് എന്തായിരിക്കും? 1/ε0 എന്താണ്? Q ആണ് ഇവിടുത്തെ നെറ്റ് ഫ്ലെക്സ്. നമുക്കറിയാം ഈ ക്ലോസ്ഡ് സർഫസിനകത്ത് എൻക്ലോസ് ഇരിക്കുന്ന ചാർജ് Q ആണെങ്കിൽ അവിടുത്തെ ഫ്ലെക്സ് 1/ε0 Q ആണ്. ഓക്കെ, ഇവിടെ ഇതുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണ് ഈ ഫ്ലെക്സിന് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ. സർഫസിനെങ്കിൽ എന്താണ്? E.ds. ഇതാണ് ഗോസസ് തിയറി ഇവിടെ പറയുന്നത്. ഇനി ഇതേ തിയറം എടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്, മാഗ്നറ്റിസത്തിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. മാഗ്നറ്റിസത്തിൽ ഈ തിയറം അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുകൊണ്ട് മാഗ്നറ്റിസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നാമത്തെ എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുന്ന ഫ്ലെക്സും ലീവ് ചെയ്യുന്ന ഫ്ലെക്സും സെയിമും. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലെക്സ് ഇവിടെ ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലെക്സ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതിന് ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ ഇവിടെ ഇനി ഇതേ സെയിം തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു സർഫസ് എടുത്തിരിക്കുന്നുണ്ടോ? സെക്കൻഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു സ്പിയറിക്കൽ സർഫസ് ആയിട്ട് അസ്യൂം ചെയ്തേ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നോക്കിയേ, ഈ സർഫസിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ഫ്ലെക്സും ഈ സർഫസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലെക്സും എന്താ? സെയിം തന്നെയാണ്. 1 2 3 4 5 6 1 2 3 4 5 6. ഫ്ലെക്സ് എൻ്ററിങ് ദ സർഫസ് ഇസ് ഈക്വൽ ടു ഫ്ലെക്സ് ലീവിങ് സർഫസ്. നെറ്റ് ഫ്ലെക്സ് എന്താ? 0. നിങ്ങൾ ഗോസസ് തിയറം കൊണ്ടുവന്ന് മാഗ്നറ്റിസത്തിൽ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്താൽ, എവിടെ പോയാലും ഇവന് എന്താണ് പണിയാണെന്ന് പറയുന്ന പോലെ തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്ത് കിട്ടും? നമുക്ക് ഫ്ലെക്സ് എന്ത് കിട്ടും? 0 കിട്ടും. മനസ്സിലായോ? പിന്നെ എവിടെ കൊണ്ട് സർഫസ് വെച്ചോ, നിങ്ങൾ ഇവിടെ വെച്ചോ ഇതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചോ, എവിടെ നിങ്ങളൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും ആ സർഫസിലോട്ട് കയറി വരുന്ന ഫ്ലെക്സും അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലെക്സും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ചാർജിൻ്റെ കേസിലോ, ചാർജ് ഇപ്പോൾ നമ്മൾ ഇത് മാത്രം എടുക്കുവാണെങ്കിൽ ഓക്കെ അവിടെ ഫ്ലെക്സ് ഉണ്ട്, ഇത് മാത്രം എടുക്കുന്നു ഫ്ലെക്സ് ഉണ്ട്, രണ്ടും കൂടെ എടുത്താൽ ഫ്ലെക്സ് കാണത്തില്ല.
അതിവിടെ ഫ്ലെക്സ് ഉണ്ടാകാം ഇല്ലാതിരിക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ, നിങ്ങൾ മാഗ്നറ്റിസത്തിൽ നിങ്ങൾ എവിടെ കൊണ്ട് ക്ലോസ്ഡ് സർഫസ് വെച്ചാലും അവിടെയൊക്കെ നെറ്റ് ഫ്ലെക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്? ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ് എപ്പോഴും 0 ആയിരിക്കും. എന്താണ് നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ് എപ്പോഴും 0 ആയിരിക്കും. എവിടെയാണ്? ഒരു ക്ലോസ്ഡ് സർഫസിൽ. മനസ്സിലായോ? ഒരു ക്ലോസ്ഡ് സർഫസിൽ നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ് 0 ആയിരിക്കും. The net magnetic flux always 0 in a closed surface. This is magnetism അല്ലെങ്കിൽ ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇതാണ് ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്. എന്താ ഫ്ലെക്സ് ഇൻഡിക്കേഷൻ? പറഞ്ഞ എന്താണ് ഫ്ലെക്സ് ഇൻഡിക്കേഷൻ? ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സർഫസ് ഇന്റഗ്രൽ മാഗ്നറ്റിക് ഫ്ലെക്സ് ആണെങ്കിൽ എന്ത് വരും? മാഗ്നറ്റിക് ഫ്ലെക്സ് ആണെങ്കിൽ B.ds വരും. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? 0 ആയിരിക്കും. എനി ക്ലോസ്ഡ് സർഫസ് എവിടെ കൊണ്ട് ക്ലോസ്ഡ് സർഫസ് വെച്ചാലും അവിടെയൊക്കെ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ല, നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം. പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സമ്മേഷൻ B.Δx = 0. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിസം ആൻഡ് ഗോസ്സസ് ലോ. അപ്പൊ എന്താണ് ഗോസ്സസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്? നെറ്റ് ഫ്ലെക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, നെറ്റ് മാഗ്നറ്റിക് ഫ്ലെക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ചിലയിടത്ത് എടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും, ചിലയിടത്ത് എന്ത് കിട്ടും? 0 കിട്ടും. എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വഭാവം മാഗ്നറ്റിസം കാണിക്കുന്നത്? കാരണം നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? പല കൂട്ടുകാർക്കും അറിയാത്ത ഒരു സംഗതിയാണ് ഈ പറഞ്ഞു തന്നത്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു ക്ലോസ്ഡ് സർഫസിലെ നെറ്റ് ഫ്ലെക്സ് 0 ആയിരിക്കും. ഈ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക, ചോദിക്കും, എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ.